ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ നീച്ച് നമ്മൾ വെറുതെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിയും കൊഴിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങിയല്ലേ? നമ്മളിന്ന് ഏതുട്ടൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്, അതായത് അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ മുതൽ മാസത്തിൽ 1-2 ചിലപ്പോൾ അതിൽ കൂടുതൽ തവണ എനിക്ക് കിട്ടുന്നൊരു ടാസ്ക്കാണ് പെട്ടി പാക്കിങ് ആൻഡ് അൺപാക്കിങ്. ഇപ്പം ഞാൻ അതിൽ പ്രോ ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് രാവിലെ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് പ്രത്യേകിച്ച് നോക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അമ്മ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, എനിക്കുള്ളതും എയ്തൂനുള്ളതും. എയ്തൂന് ഫുഡ് കൊടുക്കലാണ് എനിക്ക് മേജറായിട്ട് ഇപ്പോൾ വരുന്നൊരു ടാസ്ക്. പഴയ പോലെ എൻ്റെ ട്രിക്കുകളൊന്നും ഏൽക്കണില്ല. കുട്ടി വലുതായില്ലേ. മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ടും ജോലിക്ക് കയറാതെ റെസിഗ്നേഷൻ കൊടുത്ത ആളാണ് ഞാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മദർഹുഡ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊട്ടിപ്പോൾ ചെറുതായിട്ട് നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആൾക്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ മുറ്റത്ത് വന്നിരിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, മുറ്റത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. മുറ്റത്തു കൂടെ നടന്ന് കളിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും പുറത്തു പോകാൻ വേണ്ടി റെഡി ആവണത് കണ്ടത്. പിന്നെ നടത്തും വേണ്ട, ഒന്നും വേണ്ട, വേഗം റെഡി ആയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ പോകണം. വണ്ടിയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവന്. അതിപ്പോൾ തുടങ്ങിയതല്ല, ന്യൂ ബോൺ ആയിരിക്കുന്ന സമയം മുതൽ തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇവൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് വണ്ടിയിലിരിക്കുക. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏതുട്ടനെ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടാണ്ട് പറഞ്ഞയച്ചു. ഇനി വേണം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ തുണികളും കാര്യങ്ങളും ഒന്നും ഉണങ്ങി കിട്ടണില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാനില്ലാതെ ആദ്യമായിട്ടാണ് ഏതുട്ടം പുറത്തു പോണത്. അപ്പം ഇതിന് ഞാൻ പ്രത്യേകിച്ച് അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ. ഏതുട്ടിന് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റാഗിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. റാഗി കോറ എന്നൊക്കെ പറയും. നമ്മളെ നാട്ടിൽ റാഗി എന്നാണ് പറയുക. നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യും. അത്യാവശ്യം നന്നായിട്ട് വിശന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ദിലി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പാക്കിങ് എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ദിലിനോട് നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ട് ആൾ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. അങ്ങനെ ഫുഡ് കഴിച്ച് പരിപാടി. ഇനി അടുത്ത ടാസ്ക് യാത്ര പറച്ചിലാണ്. ഇന്നാർക്കും വലിയ മൈൻഡൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാറി ഇങ്ങോട്ട് നിൽക്കുകയാണ്. കുട്ടി പോണേൻ്റെ വിഷമത്തിലാണ് അച്ഛനും അമ്മയും. ഏതുട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. വണ്ടിയിൽ പോവല്ലേ, അതിൻ്റെ സന്തോഷത്തിൽ അവനിരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുള്ളൂ എന്ന് അവനറിയില്ലല്ലോ. അങ്ങനെ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണക്കടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെതാ മുതുകുറിശിയുടെ കാറ്റടിച്ച് തുടങ്ങി. ഈ വളവെത്തുമ്പോൾ എപ്പോഴും എനിക്കൊരു വയറിനൊരു കാളല. ഇതങ്ങനെ നമ്മളെ വീടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും ഉമ്മർത്തിരുന്ന് ചായ കുടിച്ചും കൊണ്ടിരിക്കുകയാണ്. കൊളത്തൂർത്തെ പോലെ തന്നെയാണ് ഇവിടെയും. കുട്ടീനെ മതി, ഇന്നെ അങ്ങോട്ട് മാറ്റിയാണ് നിർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ദിലി അവിടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലേ ഒരു കുട്ടി വന്ന മാറ്റങ്ങൾ, അത്ര സാധനങ്ങളായിപ്പോൾ. കൊളത്തൂരിൽ നിന്ന് കെട്ടിപ്പൂട്ടി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇതെല്ലാം റീസെറ്റ് ചെയ്യൽ അതിലും വലിയ ടാസ്ക്കാണ്. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ റൂം ആരും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പണിയെടുത്താലേ ഒന്ന് കിടക്കാനുള്ള രൂപത്തിലാവുള്ളൂ. കുട്ടിയുള്ളതുകൊണ്ട് ഒട്ടും പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്രയും നീറ്റാക്കും വേണമല്ലോ. എനിക്കിപ്പോൾ ഇത് ചെയ്തൊരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. കാരണം അത് എല്ലാ തവണ വന്നാലും ഞാൻ ഇതേ സെയിം കാര്യം തന്നെ ഫസ്റ്റ് ചെയ്യാറ്. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് വെച്ചിട്ട് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി അലമാര ഏകദേശം നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട്. കുഞ്ഞ് വന്ന മുതൽ ഈ കബോർഡിലെ സ്ഥലം തികയാഞ്ഞിട്ട് അടുത്ത റൂമിലെ കബോർഡും കൂടി ഞാൻ അങ്ങോട്ട് സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ പരിപാടികൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ബെഡൊക്കെ ക്ലിയർ ചെയ്തു. ഇനി വേസ്റ്റൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെറ്റ്. അപ്പോൾ ഇനി നാളെ മുതൽ മുതുകുറിശി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.